ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ഒന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാടും ലക്ഷദ്വീപും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി തുടരുന്നു. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്. UAE-യിലെയും ഒമാനിലെയും പ്രളയബാധിതർക്ക് കേരള സർക്കാരിന്റെ പിന്തുണ ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരിലൊരാളായ മലയാളി ആൻ ടെസ ജോസഫ് കൊച്ചിയിൽ മടങ്ങിയെത്തി. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഒന്നാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നാളെ. തമിഴ്നാടും ലക്ഷദ്വീപും ഉൾപ്പെടെ 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ മണ്ഡലങ്ങളിൽ പൂർത്തിയായി. 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വീടുകൾ തോറും കയറിയിറങ്ങിയുള്ള നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടന്നത്. ലക്ഷദ്വീപിനും തമിഴ്നാടിനും പുറമെ പുതുച്ചേരിയിലും ആൻഡമാനിലും ഉത്തരാഖണ്ഡിലും 5 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും നാളെ ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നാളെയാണ്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലമായ ലക്ഷദ്വീപിൽ വോട്ടെടുപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 57,784 വോട്ടർമാരാണ് ലക്ഷദ്വീപിലുള്ളത്. NCP ശരത് പവാർ പക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹംദുള്ള സെയ്ദ്, NCP അജിത് പവാർ പക്ഷം സ്ഥാനാർത്ഥി PP യൂസഫ്, സ്വതന്ത്ര സ്ഥാനാർത്ഥി K കോയ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. രാജ്യത്തിനകത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ദ്വീപ് നിവാസികൾ വോട്ട് ചെയ്യാനായി തിരിച്ചെത്തിയിട്ടുണ്ട്. കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ മണ്ഡലങ്ങളിലെത്തിച്ച് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് പത്തനംതിട്ട, കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തു. കേരളത്തോട് കേന്ദ്രം ഒരു തരത്തിലുള്ള വേർതിരിവും കാണിച്ചിട്ടില്ലെന്നും സംസ്ഥാനത്തിന്റെ വികസനം കഴിഞ്ഞ 10 വർഷമായി താഴേക്ക് പോവുകയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാലക്കാടും കോട്ടയത്തും കണ്ണൂരിലും തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ വയനാട് മണ്ഡലത്തിലാണ് ഇന്ന് പ്രചാരണം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആരോപണം ഇരു നേതാക്കളും ഉയർത്തി. പൊന്നാനി മണ്ഡലത്തിൽ നടന്ന LDF പ്രചാരണ യോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുത്തത്. രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള അവസരമായി ഈ തിരഞ്ഞെടുപ്പിനെ കാണണമെന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക ഒരുക്കങ്ങളും അന്തിമഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന കോട്ടയത്ത് അതിന്റെ തീവ്രത പ്രകടമാകുന്ന പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ ദേശീയ നേതാക്കൾ എത്തുന്നു. UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനു വേണ്ടി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് യോഗത്തെ അഭിസംബോധന ചെയ്തു. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടനു വേണ്ടി CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി നാളെ 3 പ്രസംഗിക്കും. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി BJP അധ്യക്ഷൻ JP നദ്ദ നാളെ പ്രചരണത്തിനെത്തും. UDF, LDF, NDA സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനം തുടരുന്നു. പ്രവർത്തകരുടെ സ്ക്വാഡുകൾ പലവട്ടം ഭവന സന്ദർശനം നടത്തി. കുടുംബയോഗങ്ങളും തുടരുന്നു. ജില്ലയിൽ വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ഫോട്ടോയും ചിഹ്നവുമുള്ള ലേബൽ ബാലറ്റ് സ്ഥാപിച്ച് പരിശോധന പൂർത്തിയാക്കി സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി. പോളിംഗ് ഉദ്യോഗസ്ഥരുടെ 2ാം ഘട്ട പരിശീലനം നടന്നുവരുന്നു. അസന്നിഹിത വോട്ടർമാർക്ക് വീട്ടിൽ വോട്ട് ചെയ്യുന്നതിനുള്ള ആദ്യഘട്ടം നാളെ സമാപിക്കും. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മുകശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. 26-നാണ് സൂക്ഷ്മ പരിശോധന. ഏപ്രിൽ 29 വരെ പത്രികകൾ പിൻവലിക്കാൻ അവസരമുണ്ട്. മെയ് 13-നാണ് വോട്ടെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. UAE-യിൽ കനത്ത മഴയെ തുടർന്ന് അടച്ചിട്ടിരുന്ന അബുദാബി, ഷാർജ, ദുബായ് വിമാനത്താവളങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചു.
കാലാവസ്ഥാ പ്രക്ഷുബ്ധത അവസാനിച്ചതായി UAE ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇന്നലെ രാവിലെയോടെയാണ് ശമനമുണ്ടായത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. UAEയിലെയും ഒമാനിലെയും പ്രളയബാധിതർക്ക് കേരള സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. സംഘടനകളും ലോക കേരള സഭാംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവാസികളും നടത്തുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി ആൻ ടെസ ജോസഫ് തിരികെയെത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ആൻ ടെസ എത്തിയത്. ടെഹ്റാനിലെ ഇന്ത്യൻ മിഷന്റെയും ഇറാൻ സർക്കാരിന്റെയും സംയുക്ത ശ്രമങ്ങളുടെ ഫലമായാണ് ആൻ ടെസ തിരികെ എത്തിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലെ ശേഷിക്കുന്ന 16 ഇന്ത്യക്കാരുമായി ആശയവിനിമയം നടത്തിയതായും എല്ലാവരും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. പൂരത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രതാപ്. പൂരാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമേന്തി തെക്കേ ഗോപുരം നട തുറന്നതോടെ പൂര വിളംബരം ചെയ്തു കഴിഞ്ഞു. 10,000ങ്ങളാണ് പൂരത്തെ വരവേൽക്കാൻ വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത്. നാളെ രാവിലെ 6 മുതൽ ചെറുപൂരങ്ങളുടെ വരവാണ്. മഠത്തിൽ വരവ് രാവിലെ 11നും ഇലഞ്ഞിത്തറ മേളം 2നും പ്രധാന ചടങ്ങായ വിസ്മയങ്ങൾ ഒളിപ്പിച്ചുവെച്ച കുടമാറ്റം വൈകിട്ട് 4നും അരങ്ങേറും. പിറ്റേന്ന് പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. പൂരത്തെ വരവേൽക്കാൻ ശക്തന്റെ തട്ടകം ഒരുങ്ങിക്കഴിഞ്ഞു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നാളെ തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലൊഴികെ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യാത്ത സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. ആലപ്പുഴ ജില്ലയിലെ ചെറുതന, എടത്വ എന്നീ പഞ്ചായത്തുകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗബാധിത പ്രദേശത്തിന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള മുഴുവൻ പക്ഷികളെയും കൊന്ന് മറവു ചെയ്യുന്നതടക്കമുള്ള കരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യം നേരിടുന്നതിന് ആലപ്പുഴ ജില്ലാ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി വാട്ടർ മെട്രോയുടെ ഫോർട്ട് കൊച്ചിയിലേക്കുള്ള സർവീസ് ഞായറാഴ്ച ആരംഭിക്കും. ടെർമിനലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. വാട്ടർ മെട്രോയ്ക്കുള്ള 14ാമത്തെ ബോട്ട് കൊച്ചി ഷിപ്പ്യാർഡ് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു. ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 40 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. വയനാട് സുഗന്ധഗിരിയിലെ മരം മുറി സംഭവവുമായി ബന്ധപ്പെട്ട് സൌത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷജന കരീം, കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ M സജീവൻ, ഗ്രേഡ് ഡെപ്യൂട്ടി ബീരാൻകുട്ടി എന്നിവരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ വനഭൂമിയിൽ നിന്ന് 126 മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ സസ്പെൻഷനിലാകുന്ന വനം വകുപ്പ് ജീവനക്കാരുടെ എണ്ണം 9 ആയി. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30-നാണ് മത്സരം. പരിശീലനത്തിനിടെ കാൽമുട്ടിന് പരിക്കേറ്റ മലയാളി ലോങ് ജംപ് താരം M ശ്രീശങ്കർ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറി. ഈ പ്രതിസന്ധിയെ അതിജീവിക്കുമെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും ശ്രീശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാൽമുട്ടിൽ ശസ്ത്രക്രിയയും 6 മാസത്തെ വിശ്രമവുമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ജൂലൈ 26-നാണ് പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കുക. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 455 പോയിന്റ് താഴ്ന്ന് 72,489-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 21,996-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 30 രൂപ കുറഞ്ഞ് 6,765 രൂപയും പവന് 240 രൂപ കുറഞ്ഞ് 54,120 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 1ാംഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന 102 മണ്ഡലങ്ങളിൽ നാളെ വോട്ടെടുപ്പ്. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. തമിഴ്നാടും ലക്ഷദ്വീപും നാളെ പോളിംഗ് ബൂത്തിലേക്ക്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി തുടരുന്നു. പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ സംസ്ഥാനത്ത്. UAEയിലെയും ഒമാനിലെയും പ്രളയബാധിതർക്ക് കേരള സർക്കാരിന്റെ പിന്തുണ ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ജീവനക്കാരിൽ ഒരാളായ മലയാളി ആൻ ടെസ ജോസഫ് കൊച്ചിയിൽ മടങ്ങിയെത്തി. ലോകപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.